ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ് എന്നാണ്. ഞാനും ഷാഫി സാറും കൂടിയിട്ട് ഇപ്പോൾ വസന്തകുമാരി, എരുമക്കാടൻ വസന്തകുമാരി, അതായത് മറ്റത്തൂർ പഞ്ചായത്തിൽ നെല്ല് കുത്തി കൊടുക്കുന്നത് അമ്പാടി റൈസ് മിൽ എന്നുള്ള രീതിയിൽ നെല്ല് കുത്തി കൊടുക്കുന്ന ബ്രാൻഡ് ഇപ്പോൾ ആളുടെയാണ്. അപ്പോൾ ആ വലിമേനെ ഞങ്ങൾ വന്ന് കാണണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിനെ പറ്റി സംസാരിക്കാനായിട്ട്. അപ്പോൾ അമ്മ ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തത് ആളുടെ 22 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റത്താണ്. ആ ചേട്ടനൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അതിൻ്റെ കൊയ്യണ സമയത്ത് അത് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാലക്കാടായിരുന്നു. ഷാഫി സാറിൻ്റെ കാലൊടിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നത്, കൊയ്ത്ത് മെഷീനൊക്കെ വന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൊയ്യണ കാര്യങ്ങൾ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അമ്മ വീണ്ടും ഞങ്ങളെ വിളിച്ചു. എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം മക്കളെ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും പ്രൊഡക്റ്റ് ആൾക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അമ്മേനെ കണ്ടതും. അപ്പോൾ ഒന്ന് സംസാരിക്കും, അമ്മ ആ കിട്ടിയ റിസൾട്ട് ഒന്ന് സംസാരിക്കുന്ന പറഞ്ഞപ്പോഴാണ് അമ്മ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഓക്കെ, ഇതിപ്പോൾ ആള് ഈ പ്രാവശ്യം ഇപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഡേറ്റ് 11/10/2024. അപ്പോൾ ഈ ഡേറ്റിൽ ഇന്ന് ഞാറ് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന, ഞാറ് പറിച്ച് പുതിയതായിട്ട് നടാൻ പോകുന്നതിന് വേണ്ടി ഞങ്ങളെ വിളിച്ച് പറ്റിയത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിനെ പറ്റി അമ്മയോട് ചോദിക്കാം എന്തായിരുന്നു എന്നുള്ളത്. നെല്ലിന്റെ തൊടം, നെല്ലിന്റെ ഒരു എന്താ പറയാ, അതിനെ നല്ല ഗുണമേന്മയുള്ള ഒരു നെല്ലായിട്ട് കിട്ടി. നെല്ല് കുത്തിയില്ലേ ഇപ്പൊ? അത് ആ നെല്ല് കുത്തി ഇവരെ വിളിച്ച് ഇവർക്ക് ഭക്ഷണവും കൊടുത്തു. ഭക്ഷണം അവർ കഴിച്ചില്ല, എന്നാലും അവരതിൽ കൂടി കുറച്ച് അരി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതില് എല്ലാം സഹകരിച്ച് പോണേല് ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു. ഇനിയും അതുപോലെ സന്തോഷമായി പോവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാവശ്യം ഇവരെ വിളിച്ച് ഇവരെ പ്രൊഡക്റ്റ് കൊണ്ട് തന്ന് ഞങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ഉണ്ടായി. അത് കാരണം ഈ പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചത് ഞാറ് വലിക്കിന് ഈ പ്രാവശ്യം നടാൻ പോണു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവുലാൽ, വീട് മറ്റത്തൂർ പഞ്ചായത്തിലാണ്. എൻ്റെ ഒപ്പം ഷാഫി സാറും ഉണ്ട്. ഞങ്ങളിവിടെ എത്തിയേക്കണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വസന്ത വല്യമ്മയ്ക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ നെല്ല് മട്ട, അതായത് മറ്റത്തൂർ മട്ട കുത്തി കൊടുക്കുന്ന അമ്മയുടെ അടുത്ത് വന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ബേസായിട്ട് ആളിപ്പോൾ വീണ്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മളോട് ചോദിച്ച് വീണ്ടും ഇപ്പോൾ ഞാറ് നട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചേക്കാണ്. അപ്പം ഞങ്ങളിവിടെ ചെയ്യണത് ഞാറ് പറിച്ചിട്ടുള്ളത് നേരെ നമ്മളുടെ MI പ്രൗഡും രോമാജിക്കും MI സ്പേ പ്ലസും മിക്സ് ചെയ്ത് ആ ലൈനിലേക്ക് മുക്കി വെച്ചിട്ടൊരു ആണ് ഞങ്ങൾ ഞാറ് നടണത്. അപ്പോൾ എല്ലാം ഷാഫി സാർ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം കാണിച്ചു കൊടുക്കുന്നതാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാ ഡേറ്റ്? 15/10/2024 ഇതിപ്പോൾ ചെയ്യണത്. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം ചെയ്യണത് നെല്ല് പൊന്മണി വെള്ളയാണ് ഇപ്പോൾ ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിൻ്റെ അല്ലേ നമ്മൾ കൂടുതൽ ഇപ്പോൾ വീണ്ടും ചെയ്യാനുള്ള കാരണം? കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് നമുക്ക് തെറ്റില്ലാണ്ട് കിട്ടി. ഇവരെ പ്രൊജക്റ്റ് നന്നായി ഗുണം ചെയ്തു. പക്ഷേ ഈ നെല്ലിൻ്റെ കുറച്ച് അബാധകളൊക്കെ സംഭവിച്ചു. ഉണക്ക് പിടിച്ചും വെള്ളം കിട്ടാണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിചാരിച്ച പോലെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പക്ഷെ കിട്ടിയ നെല്ല് നല്ലതായിട്ട് കിട്ടിയായിരുന്നു. ഇപ്പോൾ അതിൽ ബാക്കിയുണ്ടായ മരുന്നും പിന്നെ ഇപ്പം ഇന്ന് ഇവരുടെ പ്രൊജക്റ്റ് തന്നെ ഞാൻ അത് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടി. അറ്റത്തൊരു മട്ടയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോണ്. ഞാൻ തന്നെ കൃഷി ചെയ്ത് ആ നെല്ല് തന്നെ നമ്മൾ പുഴുങ്ങി ഉണക്കി കുത്തി സ്വന്തം കുത്തി അരിയായിട്ട് കൊടുക്കുന്നു. ഇത് അത് മുക്കി വെച്ച് നമ്മളത് മാറ്റി പാത്രത്തേക്ക് വെക്കുകയാണ്. വേറൊരു പാത്രത്തേക്ക് ക്രേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാരംഭ സസ്യ വളർച്ച സ്പീഡാവുകയും ചെയ്യും. പിന്നെ ഫംഗസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചെടിയിലേക്ക് പെട്ടെന്ന് കയറില്ല. പിന്നെ ചെനപ്പും കാര്യങ്ങളൊക്കെ പൊട്ടി കൂടുതൽ വരാൻ സാധിക്കുന്നതാണ്. പൊന്മണി വെള്ളയാണ് നമ്മൾ. ഞാറ് നമ്മൾ ഒരേക്കറയ്ക്ക് ഏകദേശം വരുന്നത് 250ഓളം
മുടിയാണ്. ഇത് 72 സെൻറ്റിക്കാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഈ കണ്ടവും അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ കണ്ടവും ഈ ഞാറ് നടാത്ത കണ്ടവും പിന്നെ തോടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു കണ്ടവും ഞാറ് നടാത്ത കണ്ടവുമാണ് ഇപ്പോൾ ഞാറ് നടാൻ പോണത്. ടോട്ടൽ ഒരു 72-80 സെൻറ്റോളം വരുന്നുണ്ട് സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ അറ്റത്തെ കണ്ടവും, അറ്റത്തെ കണ്ടാണ് ഇപ്പോൾ നമ്മൾ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റത്തെ മൂലക്കത്തെ കണ്ടം. കഴിഞ്ഞ പൂവിൽ വസന്തവല്ലിമയ്ക്ക് കുറച്ച് ഭാഗം ഇടിഞ്ഞു പോയത്, വെള്ളം കയറി ഇടിഞ്ഞു പോയത് കൊണ്ടാണ് ഈ റിസൾട്ട് അധികം എന്താ പറയുക, കിട്ടേണ്ട റിസൾട്ട് കിട്ടി. ആൾക്ക് കുറേ ഇടിഞ്ഞു പോയെങ്കിലും അത് ഈ ഒരു ഭാഗമാണ്. തോടിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇപ്പം ഞാറ് നട്ടുകൊണ്ടിരിക്കുന്നത് വസന്തവല്ലിമയുടെ പാടത്താണ്. നെല്ല് ഇനം എന്ന് പറയുന്നത് പൊന്മണി വെള്ളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടം ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ട്. ഈ ഒരു കണ്ടവും അതിൻ്റെ അപ്പുറത്തുള്ള കണ്ടവും അറ്റത്തെ കണ്ടവും. നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് വസന്ത വല്യമ്മയുടെ റൈസ് മില്ലിൽ നെല്ല് കുത്തുന്ന സ്ഥലത്താണ്. മറ്റത്തൂർ പഞ്ചായത്തിൽ ഇവിടെയാണ് എല്ലാ കർഷകരും നെല്ല് കൊണ്ട് കുത്തുന്നത്. എരുമക്കാടൻ വസന്തേച്ചിയുടെ അവിടെയാണ് കൊണ്ട് കുത്തണത്. ഇതാളുള്ള നെല്ലൊക്കെ പുഴുങ്ങി ഉണക്കണ സ്ഥലമാണ്. ഇതേപോലത്തെ അറ്റം വരെയുണ്ട്, ഫുള്ളായിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിൽ ഒരേ ഒരു വ്യക്തിയാണ് ഇവിടെ നെല്ല് കുത്തി കൊടുക്കണത്. അത് നമ്മളെ വസന്തവല്ലിമയാണ് കൊടുക്കണത്. അമ്പാടി റൈസ് മിൽ എന്നുള്ള പേരിൽ അവിടെ പൊടിപ്പിക്കണം. മറ്റത്തൂർ മട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രാൻഡും ആളുടെ പേരിലാണ് ഉള്ളത്. ഇതൊക്കെയാണ്. ഇനി നമ്മളെ അരിമ കാണിച്ചത് നമ്മൾ ചെയ്തത് മനുരത്നം, നമ്മളുടെ അരി, നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്തതില്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ പൂവിൽ ചെയ്ത മനുരത്ന, അമ്മ വസന്തവല്ലിമ്മ ചെയ്ത മനുരത്നാണ് ഇത് അല്ലേ. നല്ല ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതിന്റെ നെല്ല്? നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് നെല്ല് ഇവിടെ ഉണ്ട്, അരി അയക്കുന്നുണ്ടോ അവിടെ? ഇന്നലെ തന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേറെ ഇവിടെ ഉണ്ടാ? ഇവിടെ ഇല്ലല്ലേ. ഇതാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെയ്ത റിസൾട്ട്. കഴിഞ്ഞ പൂവിൽ കിട്ടിയ റിസൾട്ടാണിത്. നല്ല ക്വാളിറ്റിയുള്ള നെല്ലാണ്. ഇത് എത്ര ശതമാനം തവിട്? 50% തവിടുള്ള ഇതാണ് ഇതെന്ന് പറയുന്നത്. ഇട്ടോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയ നെല്ലിൻ്റെ അരി ഞാൻ തന്നെ കൃഷി ചെയ്ത് ഞാൻ തന്നെ ഇവിടെ കുത്തി ഉണക്കി ചേറ്റി മറ്റത്തൂർ മട്ടയായിട്ട് കൊടുക്കുന്നത്. അമ്പാടി റൈസ് മില്ല്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി? സൂപ്പർ ക്വാളിറ്റി. എല്ലാവരും ക്വാളിറ്റി കണ്ടിട്ട് അരി വന്ന് കൊണ്ടുണ്ട്. അപ്പം അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇത് ഞങ്ങൾ വലുതായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേ ക്വാളിറ്റി തന്നെയായിരിക്കും ഇനി എല്ലാം നമുക്ക് കിട്ടുന്നത്. ഞാൻ തന്നെ ഉൽപ്പാദിക്കും, ഞാൻ തന്നെ കുത്തുന്ന് പുഴുങ്ങി ഉണക്കി ചെയ്യണു, അരിയാക്കി കൊടുക്കണു. ഒരു നെല്ല് തന്നെ അരി തന്നെ അവര് 3 ടൈപ്പ് അരി കൊടുക്കുന്നുണ്ട്. ഇത് 50% തവിടുള്ളതും 100% തവിടുള്ളതും 75% വെള്ളരി 75% വെള്ളരി, അങ്ങനെ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ ടൈപ്പ്. ഇത് തവിട്. ഇത് 70% തവിടുള്ളതാണ്. ഇത് ഈ കാണുന്നത് 70% തവിടാണ്. അതിൽ സെയിം തന്നെയാണ്, 70% തവിടാണിത്.
രക്നാണ് അരി. എല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു പൊടിയാണ് ഇത്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്ഥലം ഫുള്ളായിട്ട് ഒരു ചെയ്തിട്ടുണ്ട്. നെല്ല് പുഴുങ്ങി ഉണക്കി. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറാണ് വസന്ത വല്യമ്മ. ഇതാണ് അവിടെ നെല്ല് പുഴുങ്ങണ മെഷീനറീസും കാര്യങ്ങളും ഇവിടെയാണ് വർക്ക് ചെയ്യണത്. മേളില് നെല്ലിട്ടിട്ട് പുഴുങ്ങിയതിന് ശേഷം അത് താഴത്തേക്ക് ഇവിടേക്ക് വരും. അവരുടെ വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യണത്. വീടിൻ്റെ ബാക്ക് വശത്തായിട്ട്